ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ വൈകുന്നേരം മുതൽ രാത്രി വരെയുള്ള വിശേഷങ്ങൾ ഷെയർ ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇല്ലേ നിങ്ങളെപ്പോഴും എൻ്റെ മോർണിംഗ് റുട്ടീനിലേക്ക് കാണാം. ഇന്നിപ്പം എന്തായാലും ഈവനിങ് റുട്ടീന് കണ്ടോക്ക്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണാം കേട്ടോ. ഇതിപ്പില്ലേ ഇക്കയും ഞാനും എല്ലാം ഉമ്മാൻ്റെ പുതിയ വീട് എടുക്കുന്നിടത്ത് പോലാണ്. കാര്യം അവിടുത്തെ ബാത്റൂം വർക്കും മിററും കാര്യങ്ങളും എല്ലാ വർക്കും നടക്കുന്നുണ്ട്. ബേസിന് ഫിറ്റ് ചെയ്യലും കാര്യങ്ങളും. അപ്പോൾ അതെല്ലാം ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പോകാനുണ്ടായിട്ടുണ്ടായിനി. അപ്പം ഞാൻ ചെറിയൊരു ഭാഗം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കാര്യം വീട്ടിൽ കുറേ പണിക്കാരുണ്ടായതുകൊണ്ടില്ലേ എനിക്ക് അവർക്ക് വിഷമാവെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. ഉമ്മാൻ്റെ വീട്ടിൻ്റെ വർക്ക് ഫുള്ളായിട്ട് കാണിക്കുമെന്ന് പറഞ്ഞിട്ട് കുറേ കമൻറ്റ് എനിക്ക് വന്നിട്ടുണ്ടായിനി. പിന്നിലെ ഇൻഷാല്ല പണിക്കാരെല്ലാം ഒന്ന് ഒതുക്കി കഴിഞ്ഞാൽ ഞാൻ ഫുൾ വീഡിയോ ഷെയർ ആക്കാം. ഇതിപ്പം ഞാൻ ജസ്റ്റ് എനിക്ക് മിററും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ ചെയ്യണമെന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഉമ്മാൻ്റെ വീട്ടിൽ മൊത്തം വുഡൻ ടച്ചിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. കാര്യം എൻ്റെ വീട് വൈറ്റ് അല്ലേ. അപ്പോൾ ഉമ്മ പറഞ്ഞിട്ടുണ്ടായിന് വൈറ്റ് സത്യം പറഞ്ഞാൽ നല്ല തന്നെ, പക്ഷേ എനിക്കത് കണ്ടും മടുത്തതുകൊണ്ട് എനിക്ക് വൈറ്റ് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിന്. കാര്യം ഇപ്പം അധികം വൈറ്റിലല്ലേ വരുന്നത്. അപ്പോൾ ഒരു വുഡൻ ഫിനിഷിങ്ങിലുള്ള ഐറ്റംസാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അങ്ങനെ ബെഡ്റൂമിൻ്റെ പണികളും കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. ഉമ്മാൻ്റെ വീട്ടിൽ മെയിൻ കിച്ചൺ വർക്ക് ഏതാ ചെയ്യുന്നതെന്നും കമൻറ്റിൽ വരുത്തണ്ടേ. കിച്ചൺ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷാല്ല ഞാൻ വീഡിയോസ് ഷെയർ ആക്കാം കേട്ടോ. ഇപ്പം ഇൻറ്റീരിയർ ഫുൾ വർക്കും കാര്യങ്ങളെല്ലാം ഒന്ന് നടക്കുന്നേ. അങ്ങനെ പിന്നെ എനിക്ക് എപ്പോഴും വരുന്ന മെസ്സേജാണ് വീടെടുക്കുന്നവരാന്ന് തോന്നുന്നു ചോദിക്കുന്നത്. അധികം എനിക്ക് മെസ്സേജ് വരും എയർ റൂമിൻ്റെ പുതിയ വർക്കും കാര്യങ്ങളെല്ലാം ഷെയർ ആക്കാൻ വേണ്ടിയിട്ട്. എയർ റൂം നമ്മളെ സ്ഥാപനമെന്ന് പറഞ്ഞത് മുതൽ എനിക്ക് വെറും കമൻറ്റ് വരുത്തുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ റൂമിൻ്റെ പുതിയ വർക്കും കാര്യങ്ങളും ഷെയർ ആക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കിച്ചൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ചോദിക്കലുണ്ട്. അപ്പം എയർ റൂം ചെയ്ത ഒരു വർക്ക് ഞാൻ നിങ്ങൾക്ക് ഷെയർ ആക്കാം. എന്നോട് ചോദിക്കലുണ്ട് ഇർഫു ഏത് ടൈപ്പ് കിച്ചണാണ് നല്ലത് എന്നല്ല. എനിക്ക് പറയാനുള്ളത് നമ്മളിൽ കിച്ചൺ ഒരു പ്രാവശ്യം എടുക്കും, വീടൊരു പ്രാവശ്യം എടുക്കും. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് കിച്ചൺ വർക്കും കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലേഡീസ് അധികം കിച്ചണിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. കൂടുതൽ വെള്ളത്തിൻ്റെ കണ്ടൻറ്റും കാര്യങ്ങളും കിച്ചണിലായിരിക്കും ഉണ്ടാവുക. അപ്പം ഇല്ലേ ഇതെല്ലാം ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ് ഒരു ഗ്ലാസ് ഫിനിഷിങ്ങിലാണ്. ഇതിലെവിടെയും പെയിൻറ്റ് വരുന്നില്ല. സബ്സ്ക്രൈബർ എനിക്കൊരു പിക്ക് അയച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിനി ഇതാ ഞാൻ വീടെടുക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് ഡൗട്ടാണ് ഏത് ടൈപ്പിൽ കിച്ചണ് ചെയ്യണമെന്നല്ല. അപ്പോൾ പ്രൈസ് കുറഞ്ഞ കിച്ചൺ എനിക്ക് മതി. അപ്പോൾ എനിക്ക് ആസ് എ പിക്ചർ ഞാൻ നിങ്ങൾക്ക് ഷെയർ ആക്കേ. ആ ഒരു ടൈപ്പ് കിച്ചണ് ചെയ്യണോ അല്ല ഈ ഒരു ടൈപ്പ് കിച്ചണ് ചെയ്യണോ എന്നെല്ലാം എനിക്ക് ചോദിക്കലുണ്ട്. അപ്പോൾ ഇല്ലേ നമുക്ക് ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കിച്ചണിൻ്റെ മെറ്റീരിയലും കാര്യങ്ങളും ഏതാ നല്ലതെന്ന് പറയാൻ കഴിയും. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ ആ പിക്ക് ഇവിടെ കൊടുക്കാം. ഒരു പെയിൻറ്റ് ടൈപ്പ് കിച്ചണാണ് അവർ പറഞ്ഞിട്ടുണ്ടായിന്. അപ്പം എനിക്ക് പറയാനുള്ള ആ ഒരു കിച്ചണിൽ നമുക്കൊരു 2 ലക്ഷം 3 ലക്ഷം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കാര്യം ജസ്റ്റ് വുഡിന് പെയിൻ്റ് അടിക്കുന്ന സംഭവം അത്. അപ്പം എനിക്ക് പറയാനുള്ളത് ആ പെയിൻറ്റ് ഇളകിപ്പോവുക, അതുപോലെ തന്നെ എന്തെങ്കിലും നമ്മൾ പാത്രങ്ങളെല്ലാം വലിക്കുന്ന സമയമെല്ലാം അതിന് സ്ക്രാച്ച് വീഴുക, അതുപോലെ തന്നെ കുറച്ച് കാലം യൂസ് ചെയ്യാൻ പറ്റും. കാര്യം ചെറിയ പ്രൈസിൻ്റെ പ്രൊഡക്റ്റാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കാലം അത് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ക ഹൈ ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് ചെയ്ത ഐറ്റംസാണ്. അതുകൊണ്ട് തന്നെ കുറേ വർഷം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നല്ല ഗ്ലാസ് ഫിനിഷിങ്ങിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിലൊന്നും എവിടെയും പെയിൻറ്റും കാര്യങ്ങളും വരുന്നില്ല. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും ഉണ്ടാവും. പക്ഷെ നമുക്ക് ലൈഫ് ലോങ് യൂസ് ചെയ്യാനും പറ്റും. ഇപ്പം എൻ്റെ കിച്ചൺ തന്നെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5-6 വർഷത്തോളമായി ഞാൻ എൻ്റെ കിച്ചണ് നിങ്ങൾക്ക് കുക്കിംഗ് റെസിപ്പീസ് തന്നെ കാണിക്കുന്നത്. കുക്കിംഗ് കൂടാണ്ട് എനിക്ക് ആദ്യം ഒരു കിച്ചണാണെന്നുണ്ടായത്. ആ എന്താ പറയുക എൻ്റെ പണ്ട് മുതലേ വീഡിയോ കാണുന്നവർക്ക് അറിയണ്ടാവും ആ കിച്ചൺ തന്നെയാണ് ഞാൻ കുക്കിംഗ് വീഡിയോയും അതുപോലെ തന്നെ എൻ്റെ വീട്ടിലേക്കുള്ള ഫുഡും കാര്യങ്ങളും ഉണ്ടാക്കുന്നത്. ഇപ്പം ഒരു സ്ക്രാച്ചോ കലയോ കാര്യങ്ങളോ നിങ്ങൾക്ക് എവിടെയും കാണൂല. അതിന് കാര്യം അതിൽ യൂസ് ചെയ്ത മെറ്റീരിയലും കാര്യങ്ങളുമാണ്. പക്ഷെ അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടാണ് നമ്മളത് ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ ക്വാളിറ്റി ഇപ്പോഴും അതിനുണ്ട്. അങ്ങനെ അപ്പം എനിക്ക് പറയാനുള്ളത് ഞാൻ പണ്ട് പാത്രങ്ങളുടെ വീഡിയോസ് എല്ലാം ചെയ്യുന്ന സമയം എന്നോട് പറയലുണ്ട് അതൊന്നും അടിപൊളിയൊന്നല്ല, വെറുതെ പറയുന്നതാണ് അങ്ങനെ ഇങ്ങനെയെന്നല്ല. പക്ഷേ ഇപ്പം വർഷങ്ങൾക്ക് ശേഷം അതേ സാധനങ്ങൾ തന്നെ പറഞ്ഞവരെന്നെ അടിപൊളിയാണെന്ന് പറയുന്നത് ഞാൻ കേൾക്കലുണ്ട്. അപ്പം ഇല്ലേ എൻ്റെ ഓരോ പാത്രങ്ങളും ഇത്ര വർഷമായിട്ടും ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും. അതുപോലെ തന്നെയാണ് കിച്ചൻ്റെ കാര്യം. അപ്പം നമ്മൾ ഒരു വീടെടുക്കുമ്പം അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് പാത്രങ്ങൾ വാങ്ങുമ്പോൾ എല്ലാം നമ്മൾ അതിൻ്റെ ക്വാളിറ്റി ഉറപ്പ് വരുത്തിയിട്ട് മാത്രം ചെക്ക് ചെയ്തിട്ട് മാത്രം ചെയ്യുക.
സെയിം ഇതേപോലത്തെ കിച്ചൺ തന്നെ ഇതിൻ്റെ തന്നെ കോപ്പി വരുന്നുണ്ട്, ഇതുപോലെ തന്നെ വരുന്നത്. പക്ഷേ ഉള്ളിലത്തെ മെറ്റീരിയലും കാര്യങ്ങളും യൂസ് ചെയ്ത എല്ലാ ഐറ്റംസും സെപ്പറേറ്റ് ആയിരിക്കും, പ്രൈസും കുറവായിരിക്കും. എന്നാൽ ഇതുപോലത്തെ ക്വാളിറ്റിയിലെ ഐറ്റംസും ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ കേരളത്തിൻ്റെ കാലാവസ്ഥ നോക്കിയിട്ട് മാത്രം നമ്മൾ കിച്ചൺ ചെയ്യുക. ഇപ്പോൾ അമേരിക്കൻസും അവരെല്ലാം പണ്ട് കാലങ്ങളിൽ ചെയ്ത ആ ഒരു കിച്ചണാണ്, ആ ഒരു പെയിൻ്റ് അടിച്ചിട്ട് വരുന്ന കിച്ചണ്. അത് അവരെല്ലാം ഒഴിവാക്കി ഇപ്പം വരുന്നത് ഈ ഒരു ഗ്ലാസ് ഫിനിഷിങ്ങിൽ വരുന്ന കിച്ചണാണ്. പക്ഷെ നമ്മൾ എന്താ പറയുക വിചാരിക്കും അതാണ് ലേറ്റസ്റ്റ് കളക്ഷന്. കാര്യം കാണാൻ പുറമേ ഭംഗി അതാണ്, പ്രൈസും കുറവാതാണ്. ഒരു 2 ലക്ഷം 3 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ഫുൾ കിച്ചൺ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് നമുക്കൊരു 3-4 വർഷം യൂസ് ചെയ്യാൻ പറ്റും. വീണ്ടും അതിന് ഒരുപാട് പണികൾ വരും. കേരളത്തിൻ്റെ കാലാവസ്ഥ അനുസരിച്ച് ഉപ്പിട്ടുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റിൻ്റെ പ്രശ്നങ്ങൾ, പെയിൻ്റ് ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യേണ്ടത്, എന്തെങ്കിലും കത്തി വെച്ചിട്ടോ എന്തെങ്കിലും പാത്രങ്ങൾ തട്ടിയാലെല്ലാം അതിന് സ്ക്രാച്ച് വന്നിട്ട് എന്താ പറയുക പെയിൻ്റ് ഇളകിയിട്ട് പോകുന്ന പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരും കേട്ടോ. അപ്പം ചോദിച്ചവർ ഡൗട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കി ചെയ്യുക. അപ്പം എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ക്വാളിറ്റി ഉറപ്പ് വരുത്തുക കേട്ടോ. അപ്പം എൻ്റെ അഭിപ്രായമൊന്നും ഞാൻ പറഞ്ഞേ, നമ്മൾ കിച്ചൺ വർക്കും കാര്യങ്ങളും അറിവുണ്ടായതുകൊണ്ട് പറയുന്നിരുന്നതാണ് കേട്ടോ. അങ്ങനെ പിന്നെ എൻ്റെ ഡ്രസ്സിങ് സ്റ്റൈൽ കാണുമ്പം ചോദിക്കലുണ്ട്, എന്തൊരു ചൂടാണ് കാലാവസ്ഥ, എന്തിനിങ്ങനെ ഫുൾ സ്ലീവെല്ലാം ഇട്ടിട്ട് നടക്കുന്നതെന്ന്. എനിക്ക് കിച്ചണിലാണ് എൻ്റെ വർക്ക്. കിച്ചണിൽ ഞാൻ AC ഇടുന്നുണ്ട്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. AC ഉണ്ടോയെന്നും ചോദിച്ചവരുണ്ട്. ഞാൻ വീട്ടിൽ കൂടുതൽ കഴിഞ്ഞ 1 വർഷം കഴിഞ്ഞപാട് എങ്ങാനും AC വെച്ചിട്ടുണ്ടായിന്. കാര്യം എൻ്റെ കംപ്ലീറ്റ് വർക്ക് ഈ കിച്ചണിലാണ് വരുന്നത്. അപ്പം ഞാൻ നല്ല ടയർഡാവും. ഇപ്പം വീട്ടിലേക്ക് ഫുഡ് മാത്രമല്ലല്ലോ ഞാൻ ഉണ്ടാക്കുന്നത്, യൂട്യൂബിലേക്കുള്ള ഫുഡ് ഐറ്റംസും കാര്യങ്ങളും ഞാൻ റെഡിയാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലോണം ടയർഡാവും. അതുകൊണ്ടാണ് ഞാൻ AC വെച്ചേ. എനിക്ക് ഇപ്പം വീടെല്ലാം എടുക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, കിച്ചണിൽ എന്തായാലും AC വെക്കാം. അത് വീടെടുത്ത് കഴിഞ്ഞാലും നമുക്ക് വെക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പം വീടെടുത്ത് കഴിഞ്ഞിട്ടല്ലേ വെച്ചേ. അപ്പം സോളാറെല്ലാം വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറണ്ട് ബില്ലിൻ്റെ പേടിയും വേണ്ട. പിന്നെ സോളാറിൻ്റെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമ്മളെ സ്ഥാപനത്തിൽ നിന്ന് തന്നെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ A to Z എൻ്റെ വീട്ടിൽ A to Z ഐറ്റംസ് എൻ്റെ വീട്ടിൽ എന്താ പറയുക നമ്മളെ സ്ഥാപനത്തിൽ നിന്ന് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പൈപ്പായിക്കോട്ടെ, പിന്നെ ബോഷിൻ്റെ ഡീലറാണ് നമ്മൾ. അതുപോലെ തന്നെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ കൊടുക്കാം കേട്ടോ. അപ്പം എന്താ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പില്ലേ കിച്ചണിലേക്ക് വന്നത് എൻ്റെ മക്കൾക്ക് കോൺ ഉണ്ടാക്കി കൊടുക്കാനാണ്. ചില സമയം രാത്രിയിൽ ഉച്ചയ്ക്ക് എന്തെങ്കിലും ഹെവി ആയിട്ട് കഴിച്ചതാണെന്നുണ്ടെങ്കിൽ രാത്രി നമ്മൾ എന്തെങ്കിലും ജ്യൂസോ ഇതുപോലെ എന്തെങ്കിലും ഫ്രഞ്ച് ഫ്രൈസോ അല്ലാന്നുണ്ടെങ്കിൽ കോണ് അങ്ങനത്തെ ഐറ്റംസ് അങ്ങനെയല്ല ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് കഴിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഉപ്പും മുളകും പുളിയെല്ലാം ഉണ്ടാക്കിയിട്ട് അങ്ങനെ കഴിക്കുക. ഒരുമിച്ചിരുന്നിട്ട് ഞാനും മക്കളും അങ്ങനെ കഴിക്കലുണ്ട്. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അന്നേരം എന്തെല്ലോ കാര്യങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് സംസാരിക്കും അങ്ങനെ. അപ്പം അങ്ങനെ കഴിക്കാൻ നല്ല രസം. ഷോപ്പിൽ പോയിട്ട് വരുന്നതിന് മുമ്പേ നമ്മൾ എൻ്റെ ബെഡ്റൂമിൽ ഇരുന്നിട്ട് നമ്മളിങ്ങനെ കഥകൾ പറയും ഇതെല്ലാം കഴിച്ചിട്ട്. അങ്ങനെ ഉച്ചക്കാണെന്നുണ്ടെങ്കിൽ ഉമ്മയിലെ നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും കൊടുത്തയച്ചിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ അത് കഴിക്കുന്നവർ കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനിത് ഉണ്ടാക്കുന്നതാണ്. പുറത്ത് കിച്ചണിലാണ് കേട്ടോ എല്ലാ ഐറ്റംസും വെക്കാം. ഈ പുറത്തെ കിച്ചണിലാണ് അധികം ഞാനിപ്പം കുക്ക് ചെയ്യൽ. ഉപ്പും മുളകും ഐറ്റംസ് എല്ലാം പുറത്തായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് ഇടയ്ക്ക് പുറത്ത് ഇങ്ങനെ ഇറങ്ങും. ഉള്ളിലെ കിച്ചൺ ഇപ്പോൾ യൂസ് ചെയ്യൽ കുറവാണ്. എന്തെങ്കിലും കുറേ ഉണ്ടെങ്കിലാണ് യൂസ് ചെയ്യുക അങ്ങനെ. പിന്നെ ഞാൻ പുറത്ത് കിച്ചൺ ഉണ്ടാക്കാനും മെയിൻ കാര്യം ഒന്നാമത് എനിക്ക് യൂട്യൂബിൻ്റെ കുക്കിങ്ങും എൻ്റെ വീട്ടിലെ കുക്കിങ്ങും എല്ലാം ഇവിടെ നിന്നാണ് ചെയ്യുക. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ബിസിനസ്സിൻ്റെ ആവശ്യത്തിനും വേണ്ടിയിട്ടാണ് ഞാൻ പുറത്തത്തെ കിച്ചണ് ചെയ്തിട്ടുണ്ടായിനെ. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ മക്കളുടെ കൂടെ ഫുഡ് ഉണ്ടാക്കലാണ്. ഇങ്ങനത്തെ എല്ലാം രാത്രി ഉണ്ടാക്കുമ്പം മുഹമ്മദിന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പിന്നിൽ ഇത് മാർബിൾ പീസ് വെച്ചതോ നമുക്ക് കുറേ പ്രാവശ്യം അധിക വീഡിയോയിലും ചോദിക്കലുണ്ട്. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ഇതിൽ ഇൻഡക്ഷൻ ഹോബാണ് 2 ഭാഗത്ത് കുക്ക് ചെയ്യുക. പിന്നെ എനിക്ക് പിന്നെ 5 ബർണർ ഉണ്ടായതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യലേ ഇല്ല. പണ്ടപ്പങ്ങാനും എന്താ പറയുക അത് വെള്ളാമറ്റം തിളപ്പിച്ചതല്ലാണ്ട് പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ നല്ലതാണ് അങ്ങനെ. പിന്നെന്താ ഗ്യാസെല്ലാം തീർന്നു കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ. ഇനിയിപ്പോൾ ഞാനില്ലേ കോൺ ഉണ്ടാക്കാൻ വേണ്ടിക്ക് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കോൺ ഇട്ട് കൊടുത്ത് എന്നിട്ട് പാപ്രിക്ക പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടി പിന്നെ ചാട്ട് മസാല അതുപോലെ തന്നെ റെഡ് ചില്ലി ഫ്ലെക്സും കൂടി പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്.
പിന്നെ ഇതെന്ത് വർക്കൗട്ടാ ചെയ്യുക, ഡീറ്റെയിൽഡായിട്ട് വീഡിയോ ചെയ്യുമെന്നെല്ലാം എന്നോട് ചോദിക്കലുണ്ട്. ഇൻഷാ അല്ലാ ഞാൻ സ്കിൻ കെയറിൻ്റെതും എൻ്റെ വർക്കൗട്ടും കാര്യങ്ങളെല്ലാം ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെയില്ലേ ഉപ്പാക്ക് എന്താ ജോലി എന്ന് ചോദിച്ചിട്ടുണ്ടായിനി. ഉപ്പാൻ്റെ ജോലി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ഉപ്പയില്ലേ ദുബായ് എയർപോർട്ട് ഫ്രീ സോണിലാണ് വർക്ക് ചെയ്യുന്നത്, ഗവൺമെൻറ്റിലാണ്. അപ്പം ഉപ്പാക്ക് പെട്ടെന്ന് സ്ട്രോക്ക് വന്നു പോയിട്ടുണ്ടായിനി. ഇപ്പോൾ ജിമ്മിന് നോക്കുന്നുണ്ട്. അപ്പം ഉമ്മ റൂമിലുള്ള സമയമാണ്. അപ്പം എന്താ പറയുക, പെട്ടെന്ന് ഉപ്പാൻ്റെ ചുണ്ട് ഇങ്ങനെ ചെരിയുന്ന പോലെ ഫീൽ ചെയ്തിട്ട് ഉമ്മക്ക് അറിയാം സ്ട്രോക്കിൻ്റെ ലക്ഷണമല്ല. അപ്പോൾ ഉമ്മാൻ്റെ ബ്രദറിനെല്ലാം ഉണ്ടായിട്ടുണ്ടായിന്. അപ്പോൾ ഉമ്മ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അങ്ങനെ ഇഞ്ചക്ഷൻ ചെയ്തുകൊണ്ട് അൽഹംദുലില്ലാ ഉപ്പ രക്ഷപ്പെട്ട്. അങ്ങനെയാണ് നമ്മളെ വീടിൻ്റെ വർക്ക് കുറച്ച് ലേറ്റ് ആയത്. പിന്നെന്താ ഞാനില്ലേ കോണെല്ലാം കുക്കാക്കിയ സ്പൈസസ് എല്ലാം ഇട്ട് കൊടുത്ത് പിന്നെ നമുക്ക് ഇഷ്ടം കുറച്ച് സോസും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാലും മുഹമ്മദിന് ആ സ്പൈസസ് മാത്രം മതി എന്ന് പറഞ്ഞിട്ട് എനിക്കങ്ങനെ കോരി മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ടേസ്റ്റ് കണ്ടിട്ടില്ല, ഓൻ പറഞ്ഞ് എല്ലാം ഒരുമിച്ചിട്ടിട്ട് മിക്സാക്കിയ എനിക്കിങ്ങനെ മതി എന്ന് പറഞ്ഞിട്ട് വീണ്ടും അങ്ങനെ തന്നെ എടുത്തിട്ടുണ്ടായിന്. നല്ല ടേസ്റ്റാണ് കോണിങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. കോണ് മാത്രമല്ല ഫ്രഞ്ച് ഫ്രൈസും ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈ ആക്കി എടുത്തിട്ട് സോസും കാര്യങ്ങളും എല്ലാം മിക്സ് ആക്കിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ കുറേ നാളെ എനിക്ക് വരുന്ന കമൻറ്റാണ് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി വീഡിയോ ചെയ്യണമെന്ന്. ഞാൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഇർഫാന ഷംഷീർ ഫ്രൈഡ് റൈസ് റെസിപ്പി നിങ്ങൾ ടൈപ്പ് ചെയ്തതിനാൽ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ ഒരുപാട് റൈസ് റെസിപ്പീസ് ഞാൻ ചെയ്തിട്ടുണ്ട്, ബിരിയാണി, മന്തി കാര്യങ്ങൾ എല്ലാം. നിങ്ങൾക്ക് ഏത് റെസിപ്പിയാണോ വേണ്ടത് ഇർഫാന ഷംഷീർന്ന് ടൈപ്പ് ചെയ്തതിനാൽ നിങ്ങൾക്ക് കിട്ടും. കുറേ നാളായി ചോദിക്കുന്നത്, ഞാൻ കമൻസിന് റീപ്ലൈ കൊടുത്തിട്ടില്ലാന്ന് തോന്നും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്താ പിന്നെ ആദ്യമായിട്ട് ചാനലെല്ലാം കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ വിചാരിക്കുന്നതാണ് 1-2 ദിവസങ്ങളിൽ കറക്റ്റായിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്നെല്ലാം എന്തെങ്കിലും തിരക്കെല്ലായി പോകുമ്പം അതങ്ങനെ സ്റ്റോപ്പാവും. അന്നേരം പിന്നെ ആ ഒരു മൂഡേ പോയി പോകും വീഡിയോ ചെയ്യാനുള്ള ഒരു കാര്യങ്ങളും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യുമ്പം എന്തായാലും അതിൽ റെസിപ്പീസെല്ലാം ഉൾപ്പെടുത്തൽ ഭയങ്കര ഇഷ്ടമാണ്. കാര്യം എൻ്റെ ഒരു ചാനൽ വരുന്നത് റെസിപ്പീസും കാര്യങ്ങളെല്ലാം ആയിട്ടാണ്. എന്താ പറയുക, നമുക്ക് എന്തായാലും രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റോ ഇല്ലാന്നുണ്ടെങ്കിൽ ഉച്ചക്കത്തെ ഫുഡോ അങ്ങനെ ഉണ്ടാക്കണം. ചില സമയത്ത് ഉമ്മാൻ്റെ വീട്ടിൽ നിന്നെല്ലായിരിക്കും ഫുഡ് കഴിക്കുക. അങ്ങനെയെല്ലാം ആകുമ്പം വീഡിയോ ഷൂട്ടിംഗ് ഒന്നും ഉണ്ടാവില്ലല്ലോ, ഷൂട്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അന്നേരം എന്ത് ചെയ്യും, മടിയടിക്കും, പിന്നെ വീഡിയോസൊന്നും ഉണ്ടാവില്ല. ഇതാണെന്നുണ്ടെങ്കിൽ ഒരു തട്ടിക്കൂട്ടിയ വീഡിയോസാണ്. കാര്യം എൻ്റെ ഗാലറിയിൽ കുറേ വീഡിയോസ് ഉണ്ടായിട്ടുണ്ടായിരിക്കും. ഒരുമിച്ചിട്ട് കുറച്ച് ഈവനിങ് റൂട്ടീനും കൂടി ആഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇത് എനിക്ക് ഇഷ്ടപ്പെടുമോ എനിക്ക് അറിയില്ല. പക്ഷെ കുറേ ദിവസമായിട്ട് വീഡിയോ ചെയ്യാത്തതുകൊണ്ട് എനിക്ക് എന്തോപോലെ ഫീൽ ചെയ്യുന്നതുകൊണ്ട് വീഡിയോ ചെയ്തതാണ്. പിന്നെ കുറേ എന്നോട് എയർ റൂമിൻ്റെ പുതിയ വർക്ക് കാണിക്കാൻ പറയുന്നു. കുറേ വീഡിയോസ് ഉണ്ട് കേട്ടോ, കുറേ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ ഞാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോസിലെല്ലാം ഞാൻ ഷെയർ ആക്കാം. അപ്പോൾ എന്താ ഇനിയിപ്പം നമ്മളെല്ലാവരും കൂടിയിട്ട് ഫുഡെല്ലാം കഴിക്കലാണ്. ഇതിൻ്റെ കൂടെ എന്തെങ്കിലും നാരങ്ങ വെള്ളം ഉണ്ടാവില്ലേ, മിൻ്റിലിട്ട് അതുണ്ടാക്കില്ല എന്നുണ്ടെങ്കിൽ മാംഗോ ജ്യൂസ് ഉണ്ടാക്കും. അങ്ങനെ നല്ല രസമാണ് ഇങ്ങനെ കുട്ടികളുടെ അവരെ ലോകത്തേക്ക് ഇറങ്ങിപ്പോയിട്ട് അവരെ സംസാരങ്ങളും കാര്യങ്ങളെല്ലാം കേട്ട് നമ്മൾ കുട്ടികളെപ്പോലെ ആവും. അങ്ങനെ എന്താ പറയുക, അവരെ കാര്യങ്ങളും എല്ലാം കേട്ട് അങ്ങനെ ചെയ്യാത്തവർ ചെയ്ത് നോക്കുക. പിന്നെ ഈ വീഡിയോ കുറച്ച് ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഒന്ന് എൻ്റെ ഗാലറിനെ ചെക്ക് ചെയ്തേ, അതിലൊരു വീഡിയോ ഉണ്ടായിട്ടുണ്ടായിനി. അത് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഷെയർ ആക്കാം. നമുക്ക് ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമാണ്. കാക്ക് പാരീസിൽ നിന്ന് ഫ്രാൻസിൽ നിന്നില്ലേ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ടായിനി. അപ്പം ഞാനിതുവരെ ഷെയർ ആക്കിയിട്ടില്ല. എൻ്റെ ഗാലറിയിൽ അങ്ങനെ തന്നെ ഉണ്ട്. ഡിലീറ്റ് ചെയ്ത് കളയാമെന്നെല്ലാം വിചാരിച്ചിട്ട് വെച്ചതാണ്. പിന്നെ വിചാരിച്ചു വീഡിയോ കുറച്ച് ചെറുതല്ലേ, എന്താ പറയുക, അത് ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടി വലിയ വീഡിയോ ആവും. അതുപോലെ തന്നെ ഈ ഒരു ഹാപ്പി മൊമെൻറ്റ് നമുക്ക് എപ്പോഴും ഓർത്ത് വെക്കാമല്ലോ, ഡിലീറ്റ് ചെയ്ത് പോലാലോ എന്ന് വിചാരിച്ചിട്ട്. It takes 60 tons of paint to paint the every hour. Imagine finding 60 tons of paint every 7 years for the past 150 years. The monument may get so heavy, it may start sinking or affect the integrity of the structure. So to maintain the average weight, they must remove more paint and not apply anti-corrosion. So better for the paint manually to be
ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് വീഡിയോ ചെയ്തു തരാം. അതിൽ ഒരുപാട് കമൻറ്റ്സ് കണ്ടിട്ടുണ്ടായിന്. താങ്ക് യു സോ മച്ച്. അതിൽ വന്നൊരു കമൻറ്റ്, ആഗ്രഹമുണ്ട് പക്ഷേ ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്യൂല, ഹസ്ബൻഡ് ഭയങ്കരമായിട്ട് വാക്കും അറിയുമെന്നല്ല. എനിക്ക് പറയാനുള്ളത്, ആദ്യം നമ്മൾ ചെയ്യുന്ന സമയം ആരും അങ്ങനെ സപ്പോർട്ടൊന്നും ചെയ്യൂല. നമ്മളത് പ്രൂവ് ചെയ്ത് കാണിക്കാൻ നമുക്ക് കഴിവുകളുണ്ട് എന്ന്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, സപ്പോർട്ടായ ഹസ്ബൻഡ് എന്ന് പറയുന്നത് എല്ലാം സപ്പോർട്ടായിട്ട് നമുക്ക് എപ്പോഴും ഉണ്ടാകണമെന്നില്ല. എൻ്റെ ലിക്കെല്ലാം എന്നെ പഠിപ്പിക്കുന്ന സമയം വായിക്ക് പറഞ്ഞിട്ടുണ്ടായിനെ. അതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈഗോം കൊണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പഠിക്കാൻ കഴിയൂല. അപ്പം ചിലർ പഠിപ്പിക്കുന്ന സമയം അവർക്ക് ദേഷ്യമെല്ലാം ഒരു കാര്യം അവർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടൊന്നല്ല. അവർ വിചാരിക്കുന്നത് അവരെ പോലെ നല്ല എക്സ്പേർട്ടായ ഡ്രൈവർ നമ്മളാണ്. അതുപോലെ നമ്മളെ കൊണ്ട് മറ്റുള്ള റോഡിൽ പോകുന്ന വണ്ടികൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ നമ്മൾ സേഫ് ആവാൻ വേണ്ടിക്കാന്ന് അവരെ സ്നേഹത്തിൻ്റെ ഒരു ഭാഷയാണ് ആ ഒരു ദേഷ്യം പിടിക്കുക എന്നുള്ളത്. അങ്ങനെ സ്നേഹം കൂടുതലും ഉണ്ടാണ്. അത് നമ്മൾ കാര്യമാക്കാണ്ട് നമ്മൾ മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ വെക്കുക. അങ്ങനെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഡ്രൈവിങ്ങിൻ്റെ എക്സ്പീരിയൻസ് വീഡിയോ ചെയ്തതിൽ കുറേ കമൻറ്റ്സ് കണ്ടിട്ടുണ്ടായിനി. ഞാൻ അതിനെക്കുറിച്ചിട്ട് പറയാം. പിന്നെന്താ, ഞാൻ രാത്രിയാണ് കോട്ടയാടിൽ വെള്ളമെല്ലാം ഒഴിക്കൽ, കോട്ടയാടിലെ ചെടികൾക്കെല്ലാം വെള്ളം ഒഴിക്കൽ. രാത്രി തന്നെ ഭൂരിഭാഗ പണികൾ ഇപ്പം തീർത്ത് വെക്കലുണ്ട്. പിന്നെ ഇവിടെ നിന്നാണ് കേട്ടോ നമ്മൾ എന്തെങ്കിലും വീഡിയോസും കാര്യങ്ങളെല്ലാം കാണും. എന്നിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ചിട്ട് ഇരുന്നിട്ട് കോണും കാര്യങ്ങളൊക്കെ വരുന്നവരെ അങ്ങനെ കോണും കാര്യങ്ങളെല്ലാം തിന്ന് സംസാരിച്ചിട്ട് ഇവിടെ അങ്ങനെ ഇരിക്കലാണ്. പിന്നെന്താ, ഇനിയിപ്പോൾ ഈ ബെഡ്ഷീറ്റും കാര്യങ്ങളെല്ലാം വിരിക്കണം ഒക്കെ ഇല്ലേ. ബെഡ്ഷീറ്റ് വിരിക്കാണ്ട് കിടന്നതിൽ ഉറക്കം കിട്ടൂല. രാത്രി ആയാലും ഞാൻ നല്ല വൃത്തിക്ക് ബെഡ്ഷീറ്റെല്ലാം വിരിച്ചിട്ട് കിടന്നുറങ്ങും. നമ്മളെപ്പോഴില്ലേ ബെഡ്ഷീറ്റെല്ലാം ഒന്ന് തട്ടിക്കുടഞ്ഞ് കിടക്കണമെന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അതുപോലെ തന്നെ നല്ല ഒരു കാര്യമാണ്. ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യൽ. രാവിലെയും ഒന്ന് ബെഡ്ഷീറ്റ് വിരിക്കും. പിന്നെ ഉച്ചക്ക് എന്തായാലും കുട്ടികളും ഇവിടെ ഇരിക്കും, കളിക്കുകയെല്ലാം ചെയ്യും നമ്മളോടെ. അപ്പം എന്തായാലും ബെഡ്ഷീറ്റെല്ലാം ചുളിയും. പിന്നെ കിടക്കുന്നതിന് മുമ്പ് ഒന്ന് ബെഡ്ഷീറ്റും കാര്യങ്ങളെല്ലാം വിരിച്ച് ഒന്ന് സ്കിൻ കെയറും കാര്യങ്ങളെല്ലാം ചെയ്ത് ഒന്ന് ഫ്രഷ് ആയിട്ട് മാത്രമേ കിടക്കൂ. രാവിലെയും രാത്രിയും നമ്മൾ സ്കിൻ കെയർ ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ഹെയർ കെയർ ചെയ്യണം. ഹെയറിൻ്റെ കാര്യങ്ങളും ഇൻഷാ അല്ലാഹ് അങ്ങനത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്നോട് ചോദിക്കലുണ്ട് കൈൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്. സ്കിൻ കെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര വെളുക്കുക അങ്ങനെയൊന്നുമല്ല. നമ്മൾ എന്താ പറയുക, സ്കിന്ന് ഒന്നുകൂടി ഫ്രഷായി ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ്. ചിലർ വിചാരിക്കും സ്കിൻ കെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര വെളുപ്പിക്കുന്ന സംഭവമാണ്. പക്ഷേ നമ്മൾ ജന്മനാ കിട്ടുന്ന ഒരു സ്കിൻ ഉണ്ടാവില്ലേ, ആ സ്കിന്ന് എപ്പോഴും നിലനിർത്തുക. ആ ഒരു സോഫ്റ്റും ആ ഒരു തിളക്കവും കാര്യങ്ങളും എല്ലാം നിലനിർത്തുക. അത് സ്കിൻ കെയർ ഹെൽപ്പ് ചെയ്യുവേ. അങ്ങനെ പിന്നെ ഹെയർ നമ്മൾ എന്തായാലും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഹെയർ കെയർ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ വർക്കൗട്ട് ചെയ്യുക. ഡെയിലി ഒരു 30 മിനിറ്റെങ്കിലും നടക്കാൻ ശ്രമിക്കുക. നമ്മൾ വീട്ടിൽ ഒരുപാട് പണികൾ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരു 30 മിനിറ്റ് നമ്മൾ നടന്നു കഴിഞ്ഞാലേ ഒരുപാട് സ്ട്രെസ്സ് നമുക്ക് കുറയുന്ന പോലെ ഫീൽ ചെയ്യും. പിന്നെ നമ്മൾ എന്താ പറയുക, നമ്മൾ നല്ല സുന്ദരികളായിട്ട് തോന്നുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. കാര്യം നമ്മൾ അത്രയും വർക്കൗട്ട് ചെയ്യുമ്പോൾ നല്ലോണം നമ്മൾ വിയർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്കിന്ന് കുറച്ചുകൂടി ഹെൽത്തി ആവും, സ്കിന്ന് കുറച്ചുകൂടി ഗ്ലോ ആവുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇതൊന്നും ചെയ്യാണ്ട് നമ്മൾ മടി പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളൊരു മടിച്ചുകളായി മാറും. അതുപോലെ തന്നെ നമ്മൾ ആരോഗ്യം അതിൻ്റെ കൂടെ പോവുകയും ചെയ്യും. അപ്പം എന്താ, ഞാൻ ബെഡ്ഷീറ്റും കാര്യങ്ങളും എല്ലാം വിരിച്ചെടുക്കലാണ്. എൻ്റെ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോട്ടയാടിൽ നിന്ന് ബെഡ്റൂമിലേക്കുള്ള വ്യൂവും അതുപോലെ തന്നെ കോട്ടയാടിൽ നിന്ന് കിച്ചണിലേക്കുള്ള വ്യൂ ആണ്. നല്ല രസമാണ്. അപ്പം ഞാൻ ബെഡ്റൂമിൽ ഉണ്ടെങ്കിൽ എനിക്ക് കിച്ചണിൽ എന്താ പറയുക, ഞാൻ കിച്ചണിലുണ്ടെങ്കിൽ ബെഡ്റൂമിൽ എന്താ നടക്കുന്നതെന്നും കോട്ടയാടിൽ എന്താ നടക്കുന്ന കാര്യങ്ങളും എല്ലാം എനിക്ക് മനസ്സിലാവും. ആ ഒരു രീതിയിലാണ് നമ്മൾ വീട് വെച്ചിട്ടുള്ളത്. അങ്ങനെ ബെഡ്ഷീറ്റും കാര്യങ്ങളെല്ലാം വിരിച്ച് കഴിഞ്ഞ് പിന്നെന്താ, ഡ്രൈവിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരാം. ഡ്രൈവിങ്ങിൻ്റെ എന്താ പറയുക, വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിലില്ലേ കുറേ കമൻറ്റ് വന്നിട്ടുണ്ടായിന്. പഠിക്കാൻ ഇഷ്ടമൊന്നു മോട്ടിവേഷനായി, താങ്ക് യു, നല്ല വാക്കുകളാണ്, അങ്ങനെ ഒരുപാട് കമൻറ്റ്സ് കണ്ടിട്ടുണ്ടായിന്. പിന്നെന്താ, പേടിയാണ്. പിന്നെ ഒരു കമൻറ്റ് കണ്ടത്, എത്ര പഠിച്ചാലും എൻ്റെ തലയിൽ കയറൂല, തലയിൽ നിൽക്കൂല, അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് മൈൻഡ് ഔട്ടാകുന്ന ആൾക്കാരെല്ലാം ഉണ്ടാവും. ഇങ്ങനെ എത്ര പഠിച്ചാലും തലയിൽ നിൽക്കാത്ത ആൾക്കാർ, തലയിൽ കയറാത്ത ആൾക്കാർ. അതുപോലെ തന്നെ മൈൻഡ് പെട്ടെന്ന് ശ്രദ്ധ, ഈ ഡ്രൈവിംഗ് എന്ന് പറയുമ്പോൾ നല്ല ശ്രദ്ധ വേണം. അപ്പോൾ ശ്രദ്ധ നമുക്ക് തെറ്റുന്ന ആൾക്കാരാണെങ്കിൽ അത് പഠിക്കാണ്ടിരിക്കൽ തന്നെയാണ്. തലയിൽ നമുക്കത് നിൽക്കൂലെങ്കിൽ അത് പഠിക്കാണ്ടിരിക്കൽ തന്നെയാണ് നല്ലത്. എന്നാൽ ധൈര്യക്കുറവുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ആക്കണം. എന്തായാലും പറ്റും. ചില ആൾക്കാർക്ക് അത് പറ്റാത്ത ആൾക്കാരുണ്ട്. പക്ഷേ
എന്താ പറയുക ധൈര്യം കുറവ് കൊണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ലൈസൻസ് എടുത്തിട്ടും പഠിക്കാത്ത ആൾക്കാരല്ലാന്നുണ്ടെങ്കിൽ കഴിയാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഡെയിലി ഒന്ന് ട്രൈ ആക്കി നോക്ക്. ഒരു മാസം കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും കേട്ടോ. അങ്ങനെ എല്ലാവരും അങ്ങനെ തന്നെയാണ്. ആരും പെട്ടെന്ന് എല്ലാം നമ്മൾ ജനിച്ച ഉടനെ തന്നെ നമുക്കെല്ലാം കഴിയും അങ്ങനെയൊന്നുമില്ല. നമ്മൾ മെല്ലെ ഇപ്പോൾ കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ അവർ നടക്കാൻ തുടങ്ങുമ്പോൾ ഒന്ന് വീണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവരെ കളിയാക്കിച്ചിരിക്കോ? ഇല്ല, അവർ വീണ്ടും എണീച്ച് നടക്കും, അവർ വീണ്ടും പരിശ്രമിക്കുന്നുണ്ട്. നമ്മൾ കളിയാക്കിച്ചിരിക്കുന്നതല്ല, എന്നിട്ട് പരിഹസിക്കുന്നവരില്ല, അവർക്ക് ബുദ്ധി ഇല്ലാത്തതുകൊണ്ടാണ്. കാര്യം ഒരാൾ വീണിനെങ്കിൽ പഠിച്ചവൻ അവനെ വീഴ്ത്തുന്നത് കൂടുതൽ അവനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, കൂടുതൽ ഉയരത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അത് മനസ്സിലാക്കുക. ആരെങ്കിലും ചില ആൾക്കാർ പറയലുണ്ട് വണ്ടി ഓടിച്ചിട്ട് എന്തെങ്കിലും ഉപഗ്രഹത്തരം പറ്റിക്കാൻ ആരെങ്കിലും കളിയാക്കും എന്നുള്ള പേടിയാണ്. അവർ പറഞ്ഞോട്ടെ. പറഞ്ഞാൽ ഈ ഒരു കളിയാക്കി ചിരിക്കുന്നവരും ഇങ്ങനെ നമ്മൾ കുറ്റം പറയുന്നവരും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവർക്ക് കാര്യമായിട്ടൊരു കഴിവുണ്ടാവില്ല. അപ്പോൾ അവർക്കറിയാം അവർക്ക് ഒരു കഴിവുമില്ല, അവർക്കൊന്നും ചെയ്യാൻ കഴിയൂലെന്ന്. അപ്പം നമ്മളത് ചെയ്യുന്ന കാണുമ്പം അവരുടെ ഉള്ളിൽ ഇൻസെക്യൂരിറ്റി അല്ലാന്നുണ്ടെങ്കിൽ ജലസ്യെല്ലാം കാരണം അവരും അറിയും ഓ അതൊന്നും ഒരു സംഭവം ഒന്നല്ല, അതില്ലിപ്പോൾ എല്ലാവരും ചെയ്യുന്നില്ലേ, അല്ലാന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഒന്നല്ല, ഇല്ലാന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അപ്പം ഇല്ലേ അതിൽ നമ്മൾ വീഴാണ്ടിരിക്കുക. കാര്യം അവരെ മനസ്സിൻ്റെ ഉള്ളിലെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ പോലെ തന്നെ നമ്മളും ആവണം, എന്താ പറയുക കുറച്ചുകൂടി കഴിവിൽ ആരും ഉണ്ടാവാൻ പാടില്ല, അങ്ങനെയെല്ലാം ചിന്തിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ അവർ ശ്രമിക്കും. അതൊന്നും കാര്യമാക്കാണ്ട് നമുക്ക് എന്തെല്ലാമാണോ കഴിവുകളുള്ള ആ കഴിവിലേക്ക് ഫോക്കസ് ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഈ ഇടയിൽ ഞാനൊരു ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിന്. അവിടുത്തെ ഒരു സ്റ്റാഫ് എന്നോട് സംസാരിച്ചിട്ടുണ്ടായിന്. ആളൊരു ഹൗസ് വൈഫാണ് ഉണ്ടായിട്ടുണ്ടായിന്. എൻ്റെ വീഡിയോ കണ്ട് രണ്ടാമത് പഠിച്ചിട്ട് ഇപ്പോൾ ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറിയതാണെന്നല്ലോ. ഭയങ്കര മോട്ടിവേഷനാണെന്ന് പറയലുണ്ട്. നമുക്ക് ഭയങ്കര ഹാപ്പിയാണ് അതെല്ലാം കേൾക്കുമ്പം. കാര്യമില്ലേ നമുക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ടായിട്ട് അതെല്ലാം ഉള്ളവരെന്തു പറയും, കളിയാക്കോ പരിഹസിക്കോ എന്നെല്ലാം വിജയിച്ചിട്ട് ഒന്നും ചെയ്യാണ്ട് ജീവിതം എന്താ പറയുക തള്ളി നിൽക്കുന്നവരുണ്ടാവും. അപ്പം നമുക്ക് പറയാനുള്ളത് ഒരിക്കലും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല ജീവിക്കേണ്ടത്. നമ്മളെ സെൽഫ് ലവ് ചെയ്യുക. നമ്മളെ സ്നേഹിച്ചാൽ മാത്രമേ മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കൂ. അതാദ്യം മനസ്സിലാക്കുക. അപ്പം ഞാൻ വീണ്ടും പറയാമെന്ന്, ലൈസൻസ് എല്ലാം എടുത്ത് വെറുതെ വെച്ചവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഇനി അങ്ങോട്ട് ട്രൈ ആക്കുക. കാര്യം നമുക്ക് ലൈസൻസ് എടുക്കാൻ കഴിവുണ്ടെങ്കിൽ എന്തായാലും ഡ്രൈവ് ചെയ്യാനും കഴിവുണ്ടാവും. അങ്ങനെ പിന്നെന്താ, റോട്ടിൽ പോകുമ്പം ചിലർക്ക് ലേഡീസാണ് ഡ്രൈവ് ചെയ്യുന്നതെന്ന് കാണുമ്പോൾ കുറച്ചൊരു ഈഗോ പ്രശ്നമെല്ലാം ഉണ്ടാകലുണ്ട്. അതൊന്നും മൈൻഡ് ആക്കാൻ നിൽക്കണ്ട. അങ്ങനെ പിന്നെന്താ, ഞാനിപ്പോൾ പോകുന്നതില്ലേ എൻ്റെ സ്റ്റാഫിൻ്റെ വീട്ടിലേക്കാണ്. എന്താ പറയുക, ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യും ഡ്രസ്സിൻ്റെ എല്ലാം, എന്നിട്ട് ആളുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് കൊടുക്കലാണ്. ഫേവറായിട്ട് മാറും. മാഷാ അല്ലാ. അതിലെനിക്ക് രാത്രിയിൽ എടുക്കാൻ ഭയങ്കര പേടിയാണ്. ഇപ്പം എനിക്ക് രാത്രി എടുക്കാനും ഒന്നും അങ്ങനെ ഭയമായിട്ടൊന്നും തോന്നലൊന്നുമില്ല. പിന്നെന്താ, രാത്രി എനിക്കില്ല എൻ്റെ സ്റ്റാഫിൻ്റെ വീട്ടിലേക്ക് കുറച്ച് ഡ്രസ്സ് ഞാൻ വീഡിയോ ഇവിടുന്ന് എടുക്കും. സ്റ്റാഫിൻ്റെ വീട്ടിൽ നിന്നാണ് ബാക്കി എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുക, പാക്കിങ്ങും അതുപോലെ തന്നെ എന്താ പറയുക ഓർഡർ എടുക്കലെല്ലാം അവളാ ചെയ്യുക. അപ്പം രാത്രിയാണ് ഞാനിതുപോലെ എൻ്റെ വീഡിയോസും കാര്യങ്ങളെല്ലാം എടുത്ത ഡ്രസ്സും കാര്യങ്ങളെല്ലാം അവളുടെ വീട്ടിലേക്ക് കൊണ്ടു കൊടുക്കുക. അങ്ങനെ ഇത് കുറച്ച് നല്ല പണിയുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ അധികം കുറേ സൽവാറും കാര്യങ്ങളൊന്നും കൊണ്ടുവരാത്ത. കാര്യം നമ്മളതിൽ അത്ര സ്റ്റാഫൊന്നും ഇല്ല. പിന്നെന്താ, ഇനിയിപ്പം അതെല്ലാം ഒന്ന് കൊണ്ടു കൊടുത്ത് എണ്ണ ഉണ്ടായിട്ടില്ല, എണ്ണ അടിക്കണം. പിന്നെ രാവിലത്തേക്കുള്ള കുറച്ച് പച്ചക്കറികൾ വാങ്ങണം. അങ്ങനെ വാങ്ങിയിട്ട് ഇപ്പോൾ സമയം കുറേ ആയേ. ഇപ്പോൾ സ്കൂൾ കൂട്ടിയത് ഇങ്ങനെ തന്നെയാണ്. ആദ്യമെല്ലാം നമ്മൾ 10 മണി 9:30 എന്ന് പറയുമ്പോൾ കിടക്കുന്ന ടീമാണ്. പക്ഷേ ഇപ്പം എന്തായാലും ലേറ്റാണ് കിടക്കാൻ വേണ്ടിക്ക്. അതുകൊണ്ടാണ് 10:45 ആയി സമയം. ഇനിയിപ്പോൾ ഇവിടുന്ന് കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളെല്ലാം വാങ്ങാനുണ്ട്. അതെല്ലാം വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോവും. അത്ര തന്നെയാണ്. പിന്നെ ഡ്രൈവിങ്ങിൻ്റെ എല്ലാ വീഡിയോസും ഷെയർ ചെയ്യണം, ഭയങ്കര മോട്ടിവേഷനാണെന്ന് പറയലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതും കൂടി ഷെയർ ആക്കിയത്. നമ്മൾ എപ്പോഴും മോർണിംഗ് റൂട്ടീനല്ലേ ഷെയർ ആക്കുക, ഈവനിങ് തൊട്ടിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഷെയർ ആക്കലില്ല. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സ്കിൻ കെയർ കാര്യങ്ങളെല്ലാം വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയട്ടെ. ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ ഒരു റോഡ് എന്താ പറയുക ഭയങ്കര പണിയാണ് ഈ റോട്ടിലെടുക്കാൻ വേണ്ടിക്ക്. ഞാൻ അന്ന് പറഞ്ഞിട്ടില്ലേ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ, ഈ റോഡ് നീ 5 പ്രാവശ്യം എനിക്ക് എടുത്താന്നെങ്കിൽ ഞാൻ എനിക്ക് ലൈസൻസ് തരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. ഈ റോഡിലെ ഒരു ഭാഗത്ത് തോട് വരുന്നുണ്ട്, ഒരു ഭാഗത്ത് കടങ്ങ് വരുന്നുണ്ട്. അപ്പം ഭയങ്കര ഇടുങ്ങിയ റോഡാണ്, വലിയ വണ്ടിയൊന്നും പോകാൻ കഴിയൂല, ഭയങ്കര ടാസ്ക്കാണ്. എന്താ പറയുക,
എന്താ പറയുക, ഈ റോഡാണ് എനിക്ക് ആദ്യം എടുക്കാൻ വേണ്ടിക്ക് ഭയങ്കര പ്രയാസം. ഇവിടെ എടുക്കാൻ പഠിക്കുന്ന സമയത്തിൽ ഇക്കാൻ്റെ കഴിയുമ്പോൾ നമുക്ക് എത്ര കലമ്പിട്ടിന്നറിയോ. ആ ഒരു കമൻറ്റ് പറഞ്ഞിട്ടില്ലേ, എൻ്റെ ഒക്കെ കലമ്പും അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തതെന്ന്. എല്ലാവരും ഇക്കാൻ മാറും കലമ്പ്. ഡ്രൈവിങ് പഠിപ്പിക്കുമ്പോൾ എല്ലാവർക്കും ദേഷ്യം പിടിക്കും. ഈ ഒരു സ്ഥലത്തുനിന്ന് ഈ ഒരു പില്ലറ്, അതുപോലെ തന്നെ കിടങ്ങ്, എന്താ പറയുക, ഈ ഒരു തോട് കാര്യങ്ങൾ എല്ലാം ഭയങ്കര പണിയാണ് ഇവിടുന്ന് എടുക്കാൻ വേണ്ടിക്ക്. വണ്ടി എന്തായാലും മുട്ടും. എൻ്റെ ഉപ്പാൻ്റെ വലിയ വണ്ടിയല്ലേ, അപ്പോൾ ഉപ്പാൻ്റെ എത്ര പ്രാവശ്യം മുട്ടിയെന്നറിയോ. ഇവിടെ ഈ വഴിയിലെ കൂടി വരുന്ന ആൾക്കാരെല്ലാം വണ്ടി മുട്ടും. അപ്പോൾ ഇത് മുട്ടാണ്ട് എടുക്കൽ എന്ന് പറയും ഭയങ്കര ടാസ്ക് ആയിട്ടുള്ള കാര്യം. ഇതങ്ങനെ നല്ല വൃത്തിക്കെടുക്കാൻ തുടങ്ങിയ ശേഷമാണ് തന്നെ പുറത്ത് ഒറ്റയ്ക്ക് പോകാൻ വിട്ടത്. കുറച്ച് പഠിക്കാൻ വിഷമമുണ്ടായിട്ടുണ്ടായിന്. ഇപ്പം ഞാൻ ശരിയായിട്ട് എടുക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ലൈസൻസ് എല്ലാം എടുത്ത് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ വാക്ക് കേൾക്കാണ്ട് സ്വന്തം താല്പര്യം എന്താണോ അതിനനുസരിച്ച് ഹസ്ബൻഡിന് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കാം നമുക്കത് കഴിയുമെന്ന്. അല്ലാണ്ട് ഹസ്ബൻഡിനോട് ദേഷ്യം പിടിച്ചാൽ ഞാൻ ചെയ്യും അങ്ങനെ പറയാനല്ല ഞാൻ പറയുന്നത്. നമുക്ക് കഴിയുമെന്ന് അവരോട് ദേഷ്യം പിടിക്കാണ്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, എന്നിട്ട് അതൊന്ന് പഠിപ്പിച്ചു തരാൻ പറയുക. അങ്ങനെ ലൈസൻസ് എല്ലാം എടുത്തിട്ട് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നീന്ന് വിളിക്കാൻ എല്ലാവരും ഉണ്ടാവും. അത് അസൂയ കൊണ്ട് പറയുന്നതാണ്. ഓരോരോ ആൾക്കാർക്കും കഴിയാത്ത കാര്യം, അത് കിട്ടാത്ത കാര്യം, ചെയ്യാൻ കഴിയാത്ത കാര്യം അവർ നമ്മളും കൂടി ചെയ്യേണ്ട എന്നുള്ള രീതിയിൽ എന്തായാലും നമ്മളെ ബാക്ക് വലിക്കാനേ നോക്കൂ. അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കാൻ നിൽക്കേണ്ട. നിങ്ങൾക്ക് എന്താണോ കഴിവുകളുള്ളത് അതിൽ ഫോക്കസ് ചെയ്യുക. കുറ്റപ്പെടുത്താൻ ഒരുപാട് പേരുണ്ടാവും, എന്നാൽ നമ്മളത് ചെയ്ത് കഴിയുമ്പം അവർ തന്നെ കൈയടിക്കുകയും ചെയ്യും. അങ്ങനെ അപ്പോൾ എന്താ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും, ബൈ.